ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ എന്താ അറിയില്ല, മനസ്സിന് വല്ലാത്തൊരു വിഷമം. ഭർത്താവിന്റെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതാണ്. അതിനെ തുടർന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആ കുട്ടിയുടെ വോയിസ് ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. കേൾക്കുമ്പോ തന്നെ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും. ഇപ്പൊ പലരും പറയുന്നുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ. അങ്ങനെ നമുക്ക് ഉപദേശിക്കാൻ എളുപ്പമാടാ. ആ കുട്ടി കടന്നു പോയിട്ടുള്ള ആ ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ജീവിതകാലം മുഴുവൻ പൊന്നുപോലെ നോക്കാന്ന് വാക്ക് കൊടുത്ത് കല്യാണം കഴിച്ചിട്ടുള്ള ആ ചെറുപ്പക്കാരൻ ലഹരിയുടെ ലോകത്താണെന്ന് ഈ കുട്ടി തിരിച്ചറിയുമ്പോ ആ കുട്ടി അനുഭവിച്ചൊരു വേദന ഉണ്ട്. അത് ചോദ്യം ചെയ്തപ്പോ ഇവൻ ആ കുട്ടിയോട് പെരുമാറിയ രീതി അങ്ങനെ ആയിരിക്കും. ആ കുട്ടിക്ക് ഇതൊന്ന് പറഞ്ഞ് ആശ്വസിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ചിലപ്പോ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ കട്ടക്ക് നിൽക്കുന്ന ഒരു ആങ്ങളെ വേണം. എന്റെ പെങ്ങൾ ആരാടെ തൊട്ടെന്ന് ചോദിക്കാൻ പറ്റിയ ഒരു ആങ്ങളെ വേണം. എന്നാൽ അവൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന പേരൻസ് ആയിരിക്കണം കൂടെ നിൽക്കുന്നത്. എന്നാലും ആ കുട്ടി അങ്ങനെ ചെയ്യില്ലായിരുന്നു. അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കൾ വേണമായിരുന്നു. ഇതൊന്നുമില്ലാതെ നിൽക്കുന്ന ആ കുട്ടിയുടെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്ക്. പിന്നെ ചെറിയ പ്രായമല്ലേ, 20 വയസ്സേ പ്രായമുള്ളൂ, ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വിവേക ആ കുട്ടിക്ക് ഉണ്ടാവില്ല. ജീവിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചെക്കന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല. ആ കുട്ടിയുടെ വീടിന്റെ അവിടെ ഏകദേശം 20 കിലോമീറ്ററേ ഉള്ളൂ. 20 കിലോമീറ്റർ ഉള്ളിലുള്ള ഈ ചെക്കന്റെ ഈ ലഹരി ഉപയോഗം കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. കല്യാണ സമയത്ത് അന്വേഷിച്ചിട്ട് അവർക്ക് കിട്ടിയിട്ടില്ലത്. നമ്മള് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാധനമാണ്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഇത് പുറത്തു വരില്ല. അത് വളരെ രഹസ്യമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നവര്. പിന്നെ കമ്പനിക്കാർ വേണം ഇതിന്റെ ഇടയിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ചെക്കന്മാരുണ്ടെങ്കിലേ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതും വളരെ റയറായിട്ടൊക്കെ കിട്ടുള്ളൂ. ഇവര് വളരെ രഹസ്യമായിട്ടായിരിക്കും ഈ സാധനമൊക്കെ ഉപയോഗിക്കുന്നത്. ഈ കേരളത്തില് പെൺമക്കളുള്ള മാതാപിതാക്കള് ഒരു തീരുമാനം എടുത്താൽ ഈ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും. എന്റെ മക്കളെ, എന്റെ മോളെ ഈ ലഹരി ടെസ്റ്റും അതുപോലെ എയ്ഡ്സ് ടെസ്റ്റും നടത്തി വന്ന ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനം നമ്മളെ കേരളത്തിലെ മാതാപിതാക്കൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. കറങ്ങുന്ന കസേലയിലുള്ള പണിയോ അല്ലെങ്കിൽ ഒരുപാട് സ്വത്തും പണമൊന്നും അല്ല വേണ്ടത്. നിങ്ങളെ മോളെ നിങ്ങൾ ഇത്രയും കാലം പൊന്നുപോലെ നോക്കിയ നിങ്ങളെ മോളെ നല്ലപോലെ നോക്കുന്ന ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അതിന് ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും.